വളരെയധികം വിജ്ഞാനമുള്ള വളരെ ബൗദ്ധികരായിട്ടുള്ള ധാരാളം സന്യാസിമാരായിട്ട് ഇപ്പോൾ ഹിമാലയങ്ങളിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളിടത്തും വളരെയധികം വിജ്ഞാനമുള്ള ധാരാളം ആളുകളുണ്ട്. ഇവർ പബ്ലിക്കിനെ കാണാനും നിൽക്കുന്നില്ല, എന്താണ് ഗുണം എന്നറിയില്ല. പക്ഷേ ഇവരുടെ ഗുണം പബ്ലിക്കിലേക്ക് എന്തുമാത്രം എത്തുന്നുണ്ട് എന്നും പറയാൻ കഴിയില്ല. ഇവർക്ക് ധാരാളം വിജ്ഞാനമുണ്ട്, ധാരാളം നോളജ് ഇവർ ഏൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിജ്ഞാനം അവർ മാർക്കറ്റ് ചെയ്യാനോ സെല്ല് ചെയ്യാനോ അവർ തയ്യാറല്ല. ആ വിജ്ഞാനം കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്നാലോചിച്ച് നോക്കൂ. ഇവർ ഏൺ ചെയ്തിട്ടുള്ള നോളജും വിജ്ഞാനവും മറ്റുള്ളവർക്ക് ഗുണപ്രദമാവണമെങ്കിൽ അതിനെ കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. എനിക്ക് ഇത്തരത്തിലുള്ള നോളജുകളുണ്ട്, ആ എൻ്റെ നോളജ് കൊണ്ട് ബാക്കിയുള്ളവർ ഗുണമുണ്ടാവുമെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള നോളജിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്ന ആ ഒരു ശ്രമത്തിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുക. ഒരു നല്ല ആർട്ടിസ്റ്റ്, ഒരു നല്ല നടൻ, ആ നല്ല നടൻ ഞാനൊരു നല്ല നടനാണ്, എനിക്കിത് കഴിവുണ്ട് എന്ന് നല്ല ഡയറക്ടേഴ്സിൻ്റെ മുമ്പിലേക്ക് അറിയിക്കാതെ, അല്ലെങ്കിൽ എൻ്റെ കഴിവ് ഇങ്ങനെയാണ് എന്ന് പ്രേക്ഷകരെ കാണിക്കാതെ, അവരുടെ ചിന്തയ്ക്കനുസരിച്ചിട്ട് ഞാൻ ബിഹേവ് ചെയ്യാതെ ഇരുന്നാൽ എങ്ങനെയാണ് എനിക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുക? എൻ്റെ കയ്യിലുള്ള കഴിവ് ഇത്രയുണ്ട് എന്ന് വെച്ചിട്ട് എന്നെ ബഹുമാനിക്കണമെന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് ഈ ലോകം അംഗീകരിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക. അതിനുള്ള അവസരങ്ങൾ തന്നെയാണ് മാർക്കറ്റിംഗ്. അപ്പോൾ ജീവിതത്തിൽ ഇതിനെ ഒരു എന്താ പറയുക, ഒരു കുണ്ഠിതപ്പെട്ട് പറയേണ്ട ഒരു ഭാഗമല്ല. എനിക്ക് എൻ്റെ കഴിവിനെയും എൻ്റെ ചിന്തയെയും മാർക്കറ്റ് ചെയ്യാൻ എനിക്ക് കഴിയും. അത് സിനിമയിലായിക്കോട്ടെ, ജീവിതത്തിലായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനാണ് പ്രാധാന്യം. ഒരു കൊച്ചു കുട്ടി മുതൽ ഏറ്റവും വലിയ ആൾ വരെ ഒരു രീതിയിലെങ്കിലും നമ്മൾ മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്, ഒരു രീതിയിലെങ്കിലും നമ്മൾ സെയിൽസ് നടത്തുന്നുണ്ട്. അത് ചെയ്യുന്നില്ലാത്തവർ ഈ സമൂഹത്തിലെ പ്രവർത്തനങ്ങളിൽ ശരിക്കും ഭാഗമാകുന്നില്ല എന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും.